ഈ ഒരു വീഡിയോ നിങ്ങൾ എല്ലാ ഫാമിലി ഗ്രൂപ്പിലേക്കും നിങ്ങൾ അയച്ചു കൊടുക്കുക. പ്രത്യേകിച്ച് ഫാമിലി ഗ്രൂപ്പ് എന്ന് പറയാൻ കാരണം എല്ലാവർക്കും ഉപകാരപ്പെടും. നിങ്ങൾക്കും ഈ വീഡിയോ അയച്ചു കൊടുത്താൽ നിങ്ങളുടെ മരണശേഷം നിങ്ങൾക്ക് ഉപകാരപ്പെടും. എന്തായാലും ഈ വീഡിയോ വേസ്റ്റ് ആവില്ല. പറഞ്ഞു വരുന്നത്, ഒരുപാട് വർഷത്തിന് ശേഷം ഒരാൾ അവൻ്റെ ഉപ്പാൻ്റെ ഖബറിലേക്ക് അടുത്തേക്ക് ദിയാറത്തിന് ഒരുപാട് വർഷത്തിന് ശേഷം പോവുകയാണ്. അങ്ങനെ പോയി അവിടെ ഇങ്ങനെ ദിയാറത്ത് ചെയ്യുമ്പോൾ വേറൊരു ഉപ്പയും മകനും ആ ഖബർസ്ഥാനിലേക്ക് ഇങ്ങനെ നടന്നുകൊണ്ട് വരുന്നു. അപ്പോൾ ഒരു ഖബർ അവിടെ കുഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ മകൻ ഉപ്പയോട് ചോദിക്കുന്നുണ്ട്, ഉപ്പ അല്ല ഈ ഇങ്ങനെ ഇത്രയും വലിയ ഒരാഴത്തിൽ മണ്ണിട്ട് മൂടിയാൽ ആ മരിച്ച ആൾക്ക് ശ്വാസം കിട്ടുമോ മൂടിയാൽ എന്ന് മകൻ ഉപ്പയോട് ചോദിക്കുമ്പോൾ ഉപ്പ പറഞ്ഞു മകനോട്, മോനെ നീ മരിച്ചാലുടെ മകന് അയാൾക്ക് വേണ്ടി ദുആ ചെയ്താൽ ശ്വാസം കിട്ടും, അതുപോലെ തന്നെ സ്വർഗവും കിട്ടും എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ഈ ദുആ ചെയ്യുന്ന മനുഷ്യൻ ശ്രദ്ധിച്ചു. എന്നിട്ട് പൊട്ടിക്കരയാൻ തുടങ്ങി. എന്നിട്ട് അയാൾ ഉപ്പയോട് ഇങ്ങനെ പറയാണ്, ഉപ്പ ഈ ഒരു കാര്യം എൻ്റെ ജീവിതത്തിൽ എന്തുകൊണ്ട് എനിക്ക് പറഞ്ഞു തന്നിട്ടില്ല? ഞാൻ എപ്പോഴും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നല്ലോ, എപ്പോഴും എൻ്റെ ഉപ്പാക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നല്ലോ എന്ന് പറഞ്ഞ് അയാൾ പൊട്ടിക്കരയുകയാണ് ഖബറിൻ്റെ അടുത്ത് വെച്ചിട്ട്. ഇതിൽ നിന്നൊരു പാഠം നമുക്കുണ്ട്. എന്തെന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് പൈസ ഉണ്ടാക്കുന്നുണ്ട് അല്ലേ, ഒരുപാട് എഞ്ചിനീയറിങ് ഡോക്ടറൊക്കെ നമ്മുടെ ഉപ്പമാർ പഠിപ്പിച്ചതാണ്. കഷ്ടപ്പെട്ട് അധ്വാനപ്പെട്ട് അവരുടെ ചോര നീരാക്കി നമ്മളെ പഠിപ്പിച്ച് അവസാനം ഉമ്മമാർ മരണപ്പെട്ടു പോകുന്നു. നമുക്ക് അവരുടെ ചിന്തയില്ല, ഒരാഴ്ച രണ്ടാഴ്ച ചിന്ത. പിന്നെ നമ്മളുടെ ലോകത്ത് നമ്മളിങ്ങനെ പാറി പറക്കാൻ നിസ്കാരമില്ല, ഖുർആനില്ല. പക്ഷേ ഉപ്പമാർ ആഗ്രഹിക്കുന്നത് എൻ്റെ മകൻ്റെ പ്രാർത്ഥന. അതെ, ഖബറാളികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഒരു ഖബറാളികളുടെ അവസ്ഥ എന്തെന്ന് വെച്ചാൽ നടുക്കടലിൽ മുങ്ങുന്ന ഒരു മനുഷ്യൻ കൈനീട്ടി യാചിക്കുന്നത് പോലെയാണ് ഖബറാളികളുടെ അവസ്ഥയെന്ന് റസൂൽ പറയുമ്പോൾ, ഒരു നടുക്കടലിൽ മുങ്ങുന്ന ഒരുത്തൻ്റെ കൈ മുകളിൽ കാണുമ്പോൾ എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ രക്ഷപ്പെടും എന്ന് ആഗ്രഹിച്ചിട്ടല്ല അയാൾ കൈ പൊന്തിക്കുന്നത്. അതേപോലെ ഖബറാളികൾക്ക് കിട്ടേണ്ട ആ ഒരു രക്ഷ എന്തെന്ന് പറയുമോ, മക്കളുടെ പ്രാർത്ഥന. അതല്ലാതെ ഒന്നും അവർക്ക് കിട്ടില്ല. അപ്പം മക്കളുടെ പ്രാർത്ഥന കിട്ടണമെങ്കിൽ ആ പ്രാർത്ഥന കിട്ടണം ആദ്യം മക്കൾ എന്ത് ചെയ്യണം? സ്വാലിഹീങ്ങളാവണം. 5 വക്ത് കൃത്യമായി നിസ്കരിക്കുന്നവരാവണം. 5 വക്തിലും ഉമ്മമാർക്ക് പ്രാർത്ഥിക്കുന്നവരാവണം. അങ്ങനെ പ്രാർത്ഥിച്ചാൽ ഉറപ്പായിട്ടും നിന്റെ ഉപ്പനെ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ, നിന്റെ ഉപ്പന് വലിയ സ്വാലിഹ്യങ്ങൾ അല്ലെങ്കിലും ഉംറ ചെയ്തിട്ടില്ല, ഹജ്ജ് ചെയ്തിട്ടില്ലെങ്കിലും നിന്റെ പ്രാർത്ഥന കൊണ്ട് മാത്രം ആ ഉപ്പാക്ക് ഖബറിൽ രക്ഷയുണ്ട്, സ്വർഗമുണ്ട്. അവർക്ക് ദറജകൾ ഉയർത്തി അള്ളാഹു കൊടുക്കും. പക്ഷേ വളരെ വിഷമമുള്ള കാര്യം എന്ന് വെച്ചാൽ മരണപ്പെട്ടു പോയ ഒരുപാട് ഉമ്മമാർ ഖബറിൽ ഇപ്പോഴും കരഞ്ഞിരിക്കുകയാണ്. ഒരു മക്കൾ തിരിഞ്ഞു നോക്കാതെ പ്രാർത്ഥിക്കാതെ സോഷ്യൽ മീഡിയക്ക് അഡിക്ഷനായിട്ട് എല്ലാ ദിവസവും സോഷ്യൽ മീഡിയ നോക്കുന്നു, പള്ളിക്ക് നിസ്കരിക്കാൻ പോകുന്നില്ല. പോറ്റി വലുതാക്കി നല്ല ഉയരങ്ങളിലേക്ക് എത്തിച്ച ഉപ്പമാർക്ക് ഒരു പ്രാർത്ഥന പോലും ഇല്ല, ഉപ്പമാർക്ക് വേണ്ടിയിട്ട് ഒരു ദുആ പോലും ഇല്ല. ദുനിയാവിൻ്റെ പിറകെ പോവുകയാണ്. ആ ഉമ്മമാർ എത്ര വിഷമത്തിലുണ്ടാവും. ഈ ദുനിയാവിൽ നമ്മൾ ഉമ്മമാർക്ക് കൊടുക്കാൻ വെച്ചിട്ട് ഏറ്റവും വിലയേറിയ സമ്മാനം അത് അവരുടെ മരണശേഷമുള്ള അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളാണ്. അള്ളാഹുവെ എൻ്റെ ഉപ്പാക്ക് അല്ലെങ്കിൽ മരണപ്പെട്ടു പോയ എൻ്റെ ഉപ്പാക്ക് ഉമ്മാക്ക് അള്ളാഹുവെ നീ മഗ്ഫിറത്ത് നൽകണേ.